മാധവേട്ടന്റെ ചന്ദ്രുവിനിപ്പോ ഉറക്കം ഉണർന്നാൽ ഉടനെയുള്ള ആ തലകറക്കമൊന്നുമില്ല. പഴയതിലും നല്ല എനർജി തോന്നുന്നുണ്ട്. കാലം എന്തൊക്കെയോ മാറ്റം കൊണ്ടുവന്നിരിക്കുന്നു. ഈ മാറ്റം ഇപ്പോ എനിക്ക് ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്. ചിലപ്പോ ചില മാറ്റങ്ങൾ കാലത്തിന്റെ തീരുമാനമായേക്കാം. ചിലപ്പോ തോന്നും ഞാനും എന്റെ മാധവേട്ടനും എത്തിയിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും സുന്ദരമായ സ്ഥലത്താണെന്ന്. സത്യമായി ചന്ദ്രു, പ്രണയത്തിന്റെ നിറങ്ങൾ അസ്തമിച്ച നമ്മുടെ ഹൃദയത്തിലേക്ക് പുതിയ നിറങ്ങൾ എത്തിപ്പെട്ടതുപോലെ. ഇങ്ങനൊരു മാറ്റം കുറച്ചു മുമ്പേ ആകാമായിരുന്നു എന്ന് തോന്നുന്നു. അല്ല മാധവേട്ട, ഉത്തരവാദിത്തങ്ങൾ ഒഴിച്ചിട്ട് വേണം ഇറങ്ങാൻ. ഇതാണ് സമയം. മക്കൾക്ക് ഭാരമായി എന്ന് തോന്നുമ്പോ പടിയിറങ്ങുന്നതാണ് ഉചിതം. വയസ്സാം കാലത്ത് ഭാര്യയും ഭർത്താവും പരസ്പരം താങ്ങും തണലും ആകേണ്ട സമയ. ആ സമയത്തും മക്കൾക്ക് അവരെ കൊണ്ട് എന്തു പ്രയോജനം ഉണ്ടാക്കാൻ പറ്റും എന്ന ചിന്തയാ. തന്തയ്ക്കോ തള്ളയ്ക്കോ അല്പം ആരോഗ്യം ഉണ്ടെങ്കിൽ ആദ്യം വീട്ടുജോലിക്കാരെ ഒഴിവാക്കും. നമ്മുടെ മനോജ് ചെയ്തതുപോലെ. വേണ്ട ചന്ദ്രു, പഴയതൊന്നും ഇനി ഓർമ്മിച്ച് സങ്കടപ്പെടണ്ട. സങ്കടപ്പെടാനൊന്നും ഇനി മാധവനും ചന്ദ്രികയ്ക്കും സൗകര്യമില്ല. വയസ്സായവരിനി മാധവന്റെയും ചന്ദ്രികയുടെയും ജീവിതം കണ്ടുപഠിക്കട്ടെ. മാധവന്റെയും ചന്ദ്രികയുടെയും പ്രണയം കണ്ടുപഠിച്ചവരൊക്കെ ഇപ്പൊ ഇതുപോലെ വഴിയാധാരമായിട്ടുണ്ടാവും. ചന്ദ്രു, നീ എന്നും പൂക്കുന്ന മുല്ലയെ കണ്ടിട്ടുണ്ടോ? നിത്യപുഷ്പിയായ മുല്ലേ. അതുപോലെയാ നമ്മുടെ പ്രണയവും. എന്നും പൂവിട്ട് സുഗന്ധം പരത്തി ഇങ്ങനെ നിൽക്കും. ചില പൊട്ടൻ സാഹിത്യകാരന്മാരൊക്കെ എഴുതി വെക്കാറുണ്ട്, വിട്ടുകൊടുക്കല ആ പ്രണയം എന്നൊക്കെ. വെറുതെയാ. ഇന്നലെ ചമ്മന്തിക്ക് അല്പം എരിവ് കൂടുതലായിരുന്നു. കഴിക്കാൻ വന്നവരാരൊന്നും പറഞ്ഞില്ലേ? ഇന്നലെ രാത്രി ചട്നിക്കായിരുന്നു ഡിമാൻഡ്. വെറുതെ പുകഴ്ത്തല്ലേ ജഗ? പുകഴ്ത്തിയതല്ല വന്ദനെ. ദേ, സ്റ്റാർ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന ഭക്ഷണത്തെക്കാൾ ടേസ്റ്റ് ഉള്ളത് ഇവിടെ എന്നും അമ്മ വെച്ചുണ്ടാക്കുന്ന ഭക്ഷണത്തിനാ. വന്ദന കേട്ടിട്ടില്ലേ, എന്നും അമ്മിയിൽ അരച്ചുണ്ടാക്കുന്ന ചമ്മന്തിക്കും അമ്മയുടെ സ്നേഹത്തിനും രുചി കുറയില്ലെന്നാ. മതി പുകഴ്ത്തലൊക്കെ. ചമ്മന്തിയൊക്കെ ഞാൻ റെഡിയാക്കിക്കോളാം. തട്ടുകട കച്ചവടം ഒന്നുമില്ലെങ്കിലും മിനിമം ഒരു 1000 രൂപയെങ്കിലും എല്ലാ ചെലവും കഴിഞ്ഞ് കയ്യിൽ കിട്ടും. ഇനി പതിയെ ഇതൊക്കെ നിർത്തിയിട്ട് ഒരു ഹോട്ടലാക്കാം. ഇന്നത്തെ കാലത്ത് നല്ല ഫുഡ് കൊടുത്താ ഹോട്ടലൊക്കെ നല്ല വരുമാനാ. ആദ്യം നല്ലൊരു കടയെടുക്കണം. കാർ പാർക്കിങ്ങിനുള്ള സൗകര്യം വേണം. എന്നാലേ ഈ കാലത്ത് ഹോട്ടലുകളിൽ ആളുകൾ കയറും. ഹോട്ടൽ വന്ദനം എങ്ങനെയുണ്ട് പേര്? പതിയെ പതിയെ ഹോട്ടൽ വളരുന്നു, ബ്രാഞ്ചുകൾ കൂടുന്നു. വന്ദനം ഫുഡ്സിന് എല്ലാ ജില്ലകളിലും ബ്രാഞ്ചുകൾ തുറക്കുന്നു. അങ്ങനെ എന്നിട്ട് ഒരു ഇന്റർനാഷണൽ ബ്രാൻഡായിട്ട് ഇത് മാറുന്നു. എങ്ങനെയുണ്ട്? കൊള്ളാം. വലിയ വലിയ സ്വപ്നങ്ങളാണല്ലോ ജഗന്. അല്ല, ജഗൻ അങ്ങനെ ചിന്തിക്കാൻ പറ്റും. അതിനുള്ള യോഗ്യത ജഗനുണ്ട്. അച്ഛൻ എന്തൊക്കെയാ വിളിച്ച് പറയുന്നത്? അച്ഛനെ തെരുവിൽ നിർത്തി വിചാരണ ചെയ്യാൻ നോക്കിയെന്നോ? ഇവിടെ വന്ദനയുടെ അച്ഛനും അമ്മയും കാണാനായിട്ട് കുറച്ച് ദിവസങ്ങളായി. ഞങ്ങളൊക്കെ അവരെ കണ്ടെത്താനുള്ള തിരക്കില്ല. അതിനിടയിൽ അച്ഛൻ ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും വന്ദനയ്ക്ക് സമയമില്ല. കൊള്ളാം. അച്ചിക്കൊന്നനെ നീ ഇവളെ സപ്പോർട്ട് ചെയ്യുള്ളൂ എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാ നീ കേട്ടോ, നിന്റെ ഈ നിൽക്കുന്ന നെറികെട്ട ഭാര്യ ഈ കരുണാകര കുറുപ്പിനെതിരെ പോലീസിൽ പരാതി കൊടുത്തിരിക്കുക. പരാതിയോ? നീ കേട്ടിട്ടില്ലേ? പരാതി. പച്ച മലയാളം. ഇവളെന്താ ഇംഗ്ലീഷ് മീഡിയത്തിലാണോ പഠിച്ചത്? ഇനി പരാതി എന്താണെന്ന് നിനക്കറിയണ്ടേ? സ്ത്രീധന പീഡനം. ഞാൻ എന്റെ മകന്റെ ഭാര്യയായ വന്ദനയെ
അവൻ കല്യാണം കഴിച്ച നാൾ മുതൽ സ്ത്രീധനം ചോദിച്ച് പീഡിപ്പിക്കുന്നു എന്നാണ് പരാതി. പിന്നെ ഈ 3.5 ചക്രം നിന്നെ വാങ്ങിയിട്ടല്ലേ എനിക്ക് ജീവിക്കാൻ. ഞാൻ അങ്ങനെ ഒരു പരാതിയൊന്നും കൊടുത്തിട്ടില്ല. ഇതൊന്നും ഞാൻ മനസ്സാ വാച കർമ്മണ അറിയാത്ത കാര്യങ്ങളാ. പിന്നെ എങ്ങനാടി ആ പോലീസ് സ്റ്റേഷനിൽ നീ ഒപ്പിട്ട പരാതി വന്നത്? ജഗ, ഞാൻ ഒരു പരാതിയും കൊടുത്തിട്ടില്ല. എടി 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 നിന്റെ നാട്ടിയൊക്കെ നീ വേറെ ആരുടെയെങ്കിലും മുന്നിൽ അടി കാണിച്ചാ മതി. ഈ കുറിപ്പിനോട് വേണ്ട. മോൾക്ക് സുഖാണോ? സുഖ മോളെ, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോ ഓരോ ദിവസവും ഓരോരോ പ്രശ്നങ്ങളാ. ഈ പ്രശ്നങ്ങളൊന്നുമില്ലാത്തൊരു നാടുണ്ട്. മോൾക്ക് അവിടെ പോണോ? അപ്പൂപ്പൻ മോൾക്ക് ആ ലോകം കാണിച്ചു തരട്ടെ. അപ്പൊ നിനക്ക് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി. മര്യാദയ്ക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് എനിക്കെതിരെ കൊടുത്തിരിക്കുന്ന കള്ളപ്പരാതി പിൻവലിച്ചിരിക്കണം. ഞാൻ ഈ നിമിഷം വരെ അച്ഛനെതിരെ ഒരു പരാതിയും കൊടുത്തിട്ടില്ല. ഈ നിൽക്കുന്ന ദൈവങ്ങളെ പിടിച്ച് ഞാൻ സത്യം ചെയ്യുന്നു.